ഹലോ, വെൽക്കം ടു എനിവൺ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ബാക്ക് വാട്ടർ റിപ്പിൾസ് കുമരകത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ അവിടുത്തെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഏരിയാസൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ബിൽഡിംഗ്. ഇവിടെയാണ് നമ്മളുടെ റിസപ്ഷൻ ഏരിയ ഒക്കെ ഉള്ളത്. ഇവിടെയും കുറച്ച് റൂംസൊക്കെ ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയിട്ട് റൂമിൻ്റെ കീ വാങ്ങാനായിട്ട് നമ്മൾ റിസപ്ഷൻ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കീയൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇവിടുന്ന് റൂമിലേക്ക് പോകാം. ഇതുവഴിയാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു 64 റൂംസ് എന്തോ ആണോ ഉള്ളത്. അതിൽ തന്നെ 8 കാറ്റഗറി ആയിട്ട് ഇവർ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹെറിറ്റേജ് വില്ലാസ് ഉണ്ട്, സ്റ്റുഡിയോ സ്യൂട്ട്സ് ഉണ്ട്, പ്രീമിയം ലേക്ക് വ്യൂസ് റൂംസ് ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സ്പെഷ്യലൈസ്ഡ് റൂംസ് തന്നെ ഇവരിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, നോർമൽ റൂംസ് കൂടാതെ. നമുക്ക് ഈ റൂമും കൂടി ഒന്ന് നോക്കാം എങ്ങനെയാണ്. നമ്മുടെ റൂം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള റൂംസ് എത്രത്തോളം കാണാൻ പറ്റും എന്നറിയില്ല. ബിക്കോസ് ഇവിടെ കുറേ ഗസ്റ്റൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പ്രോഗ്രാംസൊക്കെ ഉള്ളത് കാരണം. ബാൽക്കണി ഓപ്പൺ ചെയ്തപ്പോൾ കൊള്ളാം, നല്ലൊരു വ്യൂ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇതാണ് നമ്മളെ മുകളിൽ നിന്ന് നമ്മളുടെ റൂമിൽ നിന്ന് നോക്കിയപ്പോൾ ബാൽക്കണി ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റൂംസ് ഇവിടെയൊക്കെ കുറച്ച് കോട്ടേജസ് ഒക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണാൻ കുറച്ച് ആൾക്കാരുള്ളത് കാരണം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് ഈ വഴി ഒന്ന് പോയി എല്ലാം ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ആക്ച്വലി നമ്മളിവിടെയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതുകൂടാതെ തന്നെ നമ്മൾ വന്നപ്പോൾ കുറച്ച് പാർക്കിംഗ് ഏരിയ പുറത്തും കണ്ടായിരുന്നു. ഇവിടെ കുറച്ച് സൈക്കിളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ സൈക്കിൾ എടുക്കുന്നില്ല, നമ്മൾ നടന്നാണ് പോകാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഒരു ആക്ടിവിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കയറിയപ്പോഴാണ് കുറച്ച് ഗെയിമിംഗ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി മുട്ടിയൊക്കെ കളിച്ചു. ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലം കണ്ടു, വർക്കൗട്ട് ഏരിയ. അപ്പോൾ നമ്മൾ വെറുതെ വീഡിയോ എടുത്തു, അവിടെ നിന്ന് അപ്പം തന്നെ ചാടി പുറത്തിറങ്ങി. ഇനിയാണ് നമ്മളുടെ മെയിൻ വെന്യൂയിലേക്ക് പോകുന്നത്. അത് ആക്ച്വലി മെയിൻ വെന്യൂ മീൻസ് നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് അവിടെ ഒരു ഇമാക്കിൻ്റെ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 3 പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു ഗ്രീൻ ആർച്ച് എന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി, സെൻറ്റർ കോർട്ട്, 4 സ്ക്വയർ, ഇങ്ങനെ പറഞ്ഞിട്ട് 3 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ആർച്ചിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത്. ഹെലികോപ്റ്റർ ഫാൻ മാതിരിയുള്ളൊരു ഫാനൊക്കെ ഇവിടെ ഉണ്ട്. ലെങ്ത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 138 ഫീറ്റാണ്. അതുപോലെ തന്നെ ഒരു 38.5 ഫീറ്റോളം വിട്ട് വരുന്നുണ്ട്. 14 ഫീറ്റേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് അവിടെ ഫാൻ ഉള്ളതുകൊണ്ടാണ്. അപ്പം എന്തായാലും അത്യാവശ്യം ഒരു നല്ല വ്യൂവിൽ ഉള്ളൊരു പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഏരിയ അതുകൊണ്ട്. ഇപ്പോൾ ക്ലസ്റ്റർ സീറ്റിംഗ് ടൈപ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു 150 പാക്സിനെ വരെ നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ 4 സ്ക്വയറിലേക്കാണ് പോകുന്നത്. 4 സ്ക്വയർ ആണ് ഇവിടുത്തെ ചെറിയ ഒരു ഏരിയ എന്ന് പറയുന്നത്. അതൊരു 68x77 സൈസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു ഹൈറ്റ് എന്ന് പറയുന്നത് 16 ആണ് വരുന്നത്. 16 എന്ന് പറയുന്നത് സെൻറ്ററിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി ഒരു സൈഡ് ചരിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ കോർണേഴ്സ് ഒന്നും അത്ര ഒരു ഹൈറ്റ് വരുന്നില്ല. പിന്നീട് 120 to 150 നമുക്കൊരു ക്ലസ്റ്റർ സീറ്റിംഗ് അവിടെ കൊടുക്കാൻ പറ്റും. 300 പാക്സ് നമുക്ക് അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും നോർമൽ സീറ്റിങ്ങിലാണെങ്കിൽ. നമ്മൾ സെൻട്രൽ കോർട്ടിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മളുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. അതൊരു 127x77 സൈസോളം വരുന്നുണ്ട്. ഹൈറ്റ് സെയിം തന്നെയാണ്. സെൻറ്റർ 16 ഫീറ്റാണ് വരുന്നത്. അപ്പോൾ ഒരു ഡ്രസ് വർക്ക് ഉള്ള എന്തെങ്കിലും ഒരു ഇവൻ്റ് ആണെങ്കിൽ മാത്രം അത്യാവശ്യം വന്നൊന്ന് നോക്കി മെഷർമെൻറ്റ് എടുത്ത് പോകുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് തോന്നി.
അതുപോലെ തന്നെ നമുക്ക് അവിടെ ഒരു തിയേറ്റർ സീറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഒരു 600 പാക്സിനോളം അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ക്ലസ്റ്റർ സീറ്റിംഗ് ആണെങ്കിൽ ഒരു 300 ആൾക്കാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ഒക്കെ നടക്കുന്നത്. ഇവിടുന്ന് മിക്കവരും ഇവിടുന്ന് തന്നെയാണ് എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇനി നമുക്കിതിൻ്റെ ഒരു പകുതിക്ക് വെച്ചിട്ട് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം നല്ലൊരു ലോങ് പാസേജ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇവിടെ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മളുടെ ആ ഒരു വെഡ്ഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. വെഡ്ഡിംഗ് എന്ന് മാത്രമല്ല, നമുക്ക് എന്ത് ഫംഗ്ഷൻസ് വേണമെങ്കിലും ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പം ടെൻറ്റ് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യണമെങ്കിലും ഈ ഒരു പാസേജിൻ്റെ തന്നെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ടൊക്കെ സ്ഥലമുണ്ട്. ഈവൻ ഒരു ഓപ്പൺ സെറ്റപ്പ് കൊടുക്കുകയാണെങ്കിലും അത്യാവശ്യം ഇവിടെ ട്രീസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഷെയ്ഡുണ്ട്. അതുപോലെ ഈവനിങ് ആണെങ്കിൽ നമുക്ക് ലൈറ്റപ്പ് കൊടുക്കാനാണെങ്കിലും ആംബിയൻസ് ഡെക്കോറിനാണെങ്കിലും എല്ലാം കുറച്ച് നല്ലൊരു വിശാലമായ ഒരു ഗ്രൗണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ. നമുക്ക് പിന്നെ ആ ഒരു ലേക്ക് വ്യൂ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ബോട്ടോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ കുറച്ച് ചേർത്തിട്ടിട്ട് വേണമെങ്കിലും നമുക്ക് ഫോട്ടോസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ ജങ്കാർ വെച്ചിട്ട് വേണമെങ്കിൽ ജങ്കാറിൽ നമുക്ക് പ്രോഗ്രാംസ് നടത്തി ഇവിടെ ആൾക്കാർക്ക് കാണുന്ന രീതിയിലുള്ളൊരു സീറ്റിംഗ് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബിക്കോസ് ആ ഒരു കമ്പി കാണുന്നുണ്ടല്ലോ, അത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളൊരു കണക്ഷൻ നമുക്ക് കിട്ടും. ഇവിടെ കുറച്ച് ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇത് ഇവിടുത്തെ ഓൺ ബോട്ട്സാണ്. ഇത് വർക്ക് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളെന്തായാലും ഇതിൽ കയറിയില്ല. നമ്മളീ നടന്നു പോകുന്ന ഈ പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ഉണ്ട്. അവിടെയും അത്യാവശ്യം നമുക്കൊരു പൂൾ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫങ്ഷൻസൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയ അവിടെയും ഉണ്ട്. നെക്സ്റ്റ് ആ ഒരു പൂളിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മണ്ഡപം സെറ്റപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഒരു കൺസ്ട്രക്ഷൻ അവിടെയും വന്നിട്ടുണ്ട്. അവിടെയും ചെറിയ ഫങ്ഷൻസൊക്കെ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ ചെറിയ കുറച്ച് ആൾക്കാരുള്ള ഫങ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിൽ അവിടെയും ഇവരൊരു അറേഞ്ച്മെൻറ്റ്സ് പെർമനൻറ്റ് സ്ട്രക്ചറും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ലോൺ ഏരിയ ഇവിടെ ഉണ്ട്. ആക്ച്വലി ഇപ്പം കുറേ 2-3 പ്രോഗ്രാംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ ഇൻഡോർ ഔട്ട്ഡോർ ആയിട്ട് കുറേ ഏരിയാസ് ഉണ്ട്. നമുക്ക് മാറി മാറി ആൾക്കാർക്ക് ആ ഒരു ഫീല് വരത്തില്ല, നമ്മൾ ഒരിടത്ത് തന്നെയാണ് എല്ലാ പ്രോഗ്രാമും ചെയ്യുന്നതെന്നുള്ളൊരു ഫീല് വരാത്ത രീതിയിലുള്ള ഒരു ഏരിയ ഇവരിവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവൻ ആംബിയൻസും അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റും റൈറ്റും കണ്ട നമ്മുടെ പൂളിലെ ഒരു ലോൺ ഏരിയയും മറ്റേ നമ്മുടെ കുറച്ച് വലിയൊരു ലോൺ ഏരിയ കണ്ടിരുന്നല്ലോ, അതും തമ്മിലുള്ളൊരു കണക്ഷൻ ബ്രിഡ്ജാണ്. ആക്ച്വലി ഈസി ആയിട്ട് കുറേ നടന്നു വരാതെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വെന്യൂവിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ഒരു അടിപൊളി വ്യൂവിൽ നിങ്ങൾക്ക് കല്യാണമൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വെന്യൂ ചൂസ് ചെയ്യുക. സോ അപ്പോൾ എന്താ, നമ്മളുടെ പേജ് ഫോളോ ചെയ്യുക, പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസിൽ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അറിയിക്കുക. താങ്ക്